ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ട്രിപ്പാണ്. ഇനി ഞങ്ങൾ നേരെ ഊട്ടിയിലോട്ടാണ് പോകുന്നത്. നമുക്കപ്പം ബാക്കി കാഴ്ചകളൊക്കെ ഊട്ടി ചെന്നിട്ട് കാണാം. ബൈ. ദിയ തിരിഞ്ഞു നോക്കത്തില്ലേ? തിരിഞ്ഞു നോക്ക് ദിയ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ടാണ് നിർത്തിയത്. അപ്പോൾ അവിടെ കാണുന്ന ചായക്കടയിലാണ് നമ്മൾ പോയി ചായ കുടിക്കാൻ എല്ലാവരും പോകുന്നത്. എല്ലാവരും കൂടെ സെൽഫി എടുക്കാം. അങ്ങനെ നമ്മള് ചായയൊക്കെ കുടിച്ച് ഇനി നേരെ ഊട്ടിയിലോട്ട് പോവുകയാണ്. ഇനിയും കുറച്ചും കൂടി ദൂരമുണ്ട്. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ വഴിയെ ഇസനെ കാണാൻ പോവുകയാണ്. ഓടി ഒരു കാട്ടുപോത്ത്. ആന കൈസൻ നോക്ക്, നല്ല അടിപൊളി സാധനം അവിടെ നിൽക്കുന്നേ. ബൈസൺ അല്ല, മുഴുമുഴുത്ത കാള, കാട്ടുപോത്ത്. നോക്കിയ ചവച്ച ഇങ്ങോട്ടാ നോക്കുന്നത്. അതിങ്ങോട്ട് ചാടി ഇത് നമ്മളിപ്പം കർണാടക ഗാർഡനിലോട്ടാ പോകാൻ പോകുന്നത്. ഊട്ടിയിലെ കർണാടക ഗാർഡൻ. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് എല്ലാം ഞാൻ വിശദമായി കാണിച്ചു. ഇവിടെല്ലാം ബസ്സൊക്കെ ഭയങ്കരമായിട്ട് പാർക്ക് ചെയ്തിട്ടേക്കുവാ. ഇങ്ങോട്ടാണ് വഴി. എല്ലാരും ഏറ്റവും മണ്ട പോയി നടന്നു എല്ലാം എടുക്കാം. ഓടിച്ചല്ലടാ. അങ്ങനെ അവര് പറയുന്നത് വേറെ ബസ്സിൽ കയറി, ഇനി വേറെ ബസ്സിൽ കയറി കർണാടക ഗാർഡനിൽ പോകാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ ട്രാവലർ അവിടെ വരെ പോകത്തില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മള് 2 ബസ്സിൽ കയറിയാ പോകാൻ പോകുന്നത്. ഇതിപ്പം നമ്മള് ഊട്ടി ടൗണിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ട്രാവലറില് ഊട്ടി ടൗണിൽ നിന്ന് നമ്മള് ബസ് കയറി പോകണം. നമുക്ക് 14 പേർക്ക് 1000 സംതിങ് പൈസയാണ്, 1400 രൂപയാണ്. തിരിച്ചു വരുന്നത് വരെയും ആ ടിക്കറ്റ് തന്നെയാണ് നമ്മൾ ഏത് വണ്ടിയിലും ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഗവൺമെന്റിന്റെ 30 ട്രാൻസ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏതിൽ കയറി നമ്മൾ തിരിച്ചു വന്നാലും ആ ഒരു ടിക്കറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. എവിടെ പോകണമെങ്കിലും ഈ ഊട്ടി ടൗൺ മുഴുവനും. ഊട്ടി ഫുള്ള് ബ്ലോക്കായി കിടക്കുക. കാര്യം അത്രയ്ക്ക് പാസഞ്ചേഴ്സ് ഇപ്പം ടൂറിസ്റ്റേഴ്സ് എല്ലാം വരുന്നുണ്ട്. അത് കാരണം ഭയങ്കര ബ്ലോക്കുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ഇറങ്ങിയോണ്ട് വലിയ ബ്ലോക്ക് നമ്മുടെ ബസ്സിലില്ല. നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ ബസ്സിൽ. ഇവിടെ റോക്കറ്റിന്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ഡൈനോസർ. അങ്ങനെ നമ്മള് ഊട്ടി ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ഊട്ടി സെക്കൻഡ് ബസ് സ്റ്റാൻഡ്. ഇനി ഇവിടെ
ഇനി ഇവിടെ നിന്ന് വേറെ ബസ് കയറിയാൽ പോകണ്ടേ. നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ടായിരിക്കും പോകുന്നത്. എല്ലാം ഹറി ബറി ആയിട്ട് ഇവിടുത്തെ ബസ്സിലൊക്കെ ഭയങ്കര റഷാണ്. അത് മാത്രമല്ല എല്ലാ ബസ്സിലും കേരളത്തില് ടിക്കറ്റ് ഇല്ലാതെ ഒരിടത്തും കയറ്റില്ല. കാര്യം ഒരു ട്രാവലറും ഇവിടെ അനുവദിക്കുന്നതല്ല. അവരുടെ ഗവൺമെന്റിന് അവർ വളരെയധികം ബഹുമാനിക്കുന്നത്. കാരണം അവര് ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സിൽ മാത്രമേ നമ്മൾക്ക് ഈ കർണാടക ഗാർഡൻ ബോട്ടിങ് അങ്ങനെ ഉള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ വിടത്തുള്ളൂ. ഇവിടെ ബസ്സിൽ റഷ് കാരണം വീഡിയോ പോലെ നേരെ ചൊവ്വ എടുക്കാനായിട്ടുള്ള നമ്മൾ മലയാളി ആയതുകൊണ്ട് നമ്മളുടെ ബസ് കണ്ടപ്പോഴത്തേനും ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല എന്നാ പറഞ്ഞ കാര്യം. ഇവർ തമിഴ്നാട് തമിഴ് ആൾക്കാർക്കാണ് ഇവർ കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവർ വണ്ടിയൊന്നും കയറ്റി ഇങ്ങോട്ട് വിടുന്നില്ല മലയാളികളുടെ. ബാക്കിയുള്ള ട്രാവലറെല്ലാം ഇതിലേക്കൂടെ പോകുന്നുണ്ട്. നോക്ക്, എല്ലാ ട്രാവലറും ഇവിടെ കയറ്റി വിടുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ചൂടെന്ന് പറയാനൊന്നുമില്ല, തണുപ്പ് തന്നെയാ. പിന്നെ അത് മാത്രമല്ല, ഈ ഊട്ടി കാശ്മീർ എന്ന് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഇത് തണുപ്പേ അല്ല. ആരും കാശ്മീർ എന്ന് വിചാരിച്ച് ഊട്ടിയിലോട്ട് വരണ്ട. കാര്യം ഞങ്ങൾ ഇതിന് മുമ്പേ ഈ സമയത്ത് വന്ന് ഇതേ ഈ കാലാവസ്ഥ തന്നെ ആയിരുന്നു. കാര്യം ഈ മാർച്ച്, ഏപ്രിൽ, മെയ് എല്ലാ സ്ഥലത്തും കുറച്ച് ചൂട് കൂടുതലാണ്. നിങ്ങൾക്ക് കാശ്മീർ പോലെയൊക്കെ ഊട്ടി കാണണമെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാശ്മീരിലോട്ട് നേരെ പോകുന്നതായിരിക്കും നല്ലത്. പാർക്കിൽ കയറണമെങ്കിതാ ഇത്ര റഷായി. ഇനി എപ്പോഴാ കയറാൻ പറ്റുന്നതെന്ന് കൂടി നമുക്ക് അറിയാൻ കൂടി വയ്യ. അവിടെ കുതിരൊക്കെ ഉണ്ട്, റൈഡിനൊക്കെ കൊണ്ടുപോകും. ഇത്രയും എനിക്കറിയാൻ വയ്യ ഇതിനി എപ്പോഴാണ് നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി വരുന്നേന്ന്. ഒന്നൊന്നര തിരക്ക് തന്നെയാ. ഇത്രയും പേര് റഷ്. ടിക്കറ്റ് എടുക്കാൻ ഒരു ഒന്നൊന്നര ക്യൂ തന്നെയാ. അഡൽട്ട് ഏജ് എബോവ് 12 years 100 ചിൽഡ്രൻ അപ് ടു 6 years 50 എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അങ്ങനെ എൻട്രൻസ് കഴിഞ്ഞു. നോക്കൂ, ഇനി എവിടെ വേണാലും ഇവിടെ ഓടിക്കളിക്കാം. അത്രയ്ക്ക് വലിയ ഗാർഡൻ ആണ് ഇവിടത്തെ. ബൊട്ടാനിക്കൽ ഗാർഡനും അത് കഴിഞ്ഞാൽ ഈ 2 ഗാർഡൻ ആണ് ഇവിടത്തെ ഏറ്റവും വലുത്. എല്ലാരും മോളിൽ പോയിട്ട് വരാം. അങ്ങനെ നമ്മളിപ്പം മുകളിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. മുകളിൽ പൊക്കോണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മള് കർണാടക ഗാർഡനില് നെക്സ്റ്റ് എൻട്രൻസിൽ കയറി. പപ്പ ഇടയ്ക്കിടയ്ക്ക് ഇറക്കിയിട്ട് നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ഫാമിലി ഇതോ കുറച്ച് പേര് അങ്ങ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ നല്ല നല്ല മനോഹരമായിട്ടുണ്ട്. ഇതല്ല യൂക്കാലിപ്സ് മരം നിൽക്കുന്നത്. ഇപ്പം വലുതായിട്ട് ഇവിടെ മണം ഇല്ലെങ്കിലും ചെറിയ മണമുണ്ട്. പക്ഷെ ഇത് ഈ കുഞ്ഞിലകൾ തളിർക്കുമ്പോഴാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മണം വരുന്നത്. ഈ യൂക്കാലിപ്സിന്റെ
ഓ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോ നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. അല്ല കേറിക്കൂടാ, ഇവിടെ നല്ല മണം. ഈ ഷേപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഗ്രാസ് ഒക്കെ നല്ല മണമുള്ള ഒരു വിക്സിന്റെ മണമുണ്ട്. വിക്സിന്റെ മണമുള്ള ഗ്രാസാ. ബൊട്ടാനിക്കൽ ഗാർഡനിൽ വരുന്നവര് എന്തായാലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. കാര്യം ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ ഒരു പാലം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാൻ അങ്ങനെ ഇല്ല. അവിടെയുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ടൈം കളയാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചും ഇവിടെ എല്ലാം ക്യാമറ ഉണ്ട്. ഇത്രയും മനോഹരമായിട്ട് അവര് വെച്ചിരിക്കുന്നെങ്കിലും ഇത് ക്യാമറ ഇല്ലെങ്കിലും ക്യാമറ കണ്ണുകളൊക്കെ ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. അത്രയ്ക്കാണ് അവര് ഈ പൂവിനെല്ലാം സംരക്ഷിക്കുന്നത്. ചമന്തിയൊക്കെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരെണ്ണം പോലും നമുക്ക് ഇവിടെ തൊടാൻ കൂടെ അനുവാദം ഇല്ല. ഇവിടെ വന്നിട്ട് ഒരു ഗുണാക്കേവ് പോലെ മെയ്സ് ആണ്, മെയ്സ് റണ്ണിങ് നടത്താനുള്ള ഒരു സ്ഥലമാണിത്. ഓടാം. നമ്മളുടെ നാട്ടിലെ കാട്ടുചെടി വരെ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അവര്. നോക്കൂ. ഇത് ഗ്ലാസ് ഹൗസാ, ഗ്രീൻ ഹൗസ്. വലിയ ഫ്ലവർ. ഇവിടെ തമിഴ്നാട്ടിലെ ആൾക്കാരെ കാട്ടി കൂടുതലും മലയാളികളാണ് കാണാൻ വരുന്നത്. ഇവിടെ തമിഴ്നാട്ടിലെ തമിഴൻസിനെ കണ്ടിട്ട് ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ വന്നപ്പം ഇവിടെ നല്ല മഴ. കൊടയും പിടിച്ച് നടക്കേണ്ട അവസ്ഥയായിപ്പം. പക്ഷെ തണുപ്പ് നന്നായിട്ടുണ്ട്. എല്ലാവരും കൊടയും പിടിച്ചാണ് നടക്കുന്നത്. കണ്ടില്ലേ മല? ഓ ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. ഇത് പൊളിയാൻ നിൽക്കുന്ന പാറ. പാറ ഒന്ന് നോക്കണം. അതിന്റെ ഇടയ്ക്ക് തക്കാളി കൃഷി. പപ്പായ്ക്ക് തക്കാളി ആക്കിയിട്ട് പപ്പ തക്കാളിയൊക്കെ വെച്ചാൻ പോവാ. വിഷ തക്കാളി ആയിരിക്കും മിക്കവാറും. നോക്കിക്കോ. ഹലോ ഗായ്സ്, മഴയുള്ള ഊട്ടി കണ്ടിട്ടുണ്ടോ? ഇതാണിപ്പം ഊട്ടിയുടെ അവസ്ഥ. നല്ല നല്ല ചാറ്റൽ മഴയും നല്ല കോടയൊക്കെ ഇറങ്ങി കിടക്കുന്ന സമയമായപ്പം. കോട ഇറങ്ങി കിടക്കുന്ന സമയം, മഴയും ചെയ്ത് കോട. അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണാൻ.